In all three pictures below, O is the center of the circle and A, B, C are points on the circle. In each, calculate all angles of triangle ABC and triangle OBC. തന്നിട്ടുള്ള ഫിഗേഴ്സിലെ ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒ എ ജോയിൻ ചെയ്യാം. ട്രയാങ്കിൾ ഒ എ സി ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ? കാരണം ഇതിൻ്റെ രണ്ട് സൈഡ്സ് ആണ് ഒ എയും ഒ സിയും. അപ്പോൾ ഒ എയും ഒ സിയും സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് അവ ഈക്വൽ ആണ്, ഒ എയും ഒ സിയും. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആയിരിക്കും. അതായത് ബേസിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സൈഡ്. ഈ ട്രയാങ്കിളിൽ ഈക്വൽ അല്ലാത്ത സൈഡ് എ സി ആണല്ലോ, അപ്പോൾ എ സി ആണ് ബേസ്. ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് ഒ എയും ഒ സിയും. ഈക്വൽ അല്ലാത്ത സൈഡാണ് എ സി. അപ്പോൾ എ സി ആണ് ബേസ്. അപ്പോൾ ബേസിലുള്ള ആംഗിൾസ് എന്തായി? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബേസിലുള്ള ഒരു ആംഗിൾ ഒ സിയെ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഒ എ സി എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ എന്താ പറയുക? ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ ഒ എ സി. അതേപോലെ ട്രയാങ്കിൾ ഒ എ ബി ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. കാരണം ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആണ് ഒ എയും ഒ ബിയും. ആ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, ഒ എയും ഒ ബി. കാരണം അത് റേഡിയസ് ആണ് സർക്കിളിൻ്റെ അല്ലേ? സർക്കിളിൻ്റെ റേഡിയസുകളൊക്കെ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ബേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സൈഡ്. അപ്പോൾ ഒ എയും ഒ ബിയും ആണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്. അപ്പോൾ ഈക്വൽ അല്ലാത്ത സൈഡ് എ ബി ആണ്. അപ്പോൾ എ ബിയിലുള്ള ആംഗിൾസ്, അതായത് ആംഗിൾ ഒ ബി എയും ആംഗിൾ ഒ എ ബിയും, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ആംഗിൾ ഒ എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ. അത് എത്ര? 20 ഡിഗ്രി. കാരണം ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എ ഒ ബി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ അല്ലെങ്കിൽ ആംഗിൾ ബി എസ് സി എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിൾസ്, ഈ 20 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂടി കൂടിയതാണ് അല്ലേ? സോ ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു എന്താണ്? 20 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രിയാണ്, അതായത് 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ആംഗിൾ ബി ഒ സി കാണാമല്ലോ. ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് ഈ ആംഗിൾ ബി എ സിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ് സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ബി സി എന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ബി ഒ സി. അപ്പോൾ ആ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? ബി സി എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിൻ്റായ എയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ആംഗിൾ ബി എസ് സി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്ത് പറയാം? ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് അല്ലെങ്കിൽ 2 ഇൻറ്റു ആംഗിൾ ബി എ സി. കാരണം എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇസ് സെൻട്രൽ ആംഗിൾ. ദാറ്റ് ഈസ് 2 ഇൻറ്റു ആംഗിൾ ബി എസ് സി എത്ര? 50 ഡിഗ്രിയാണ് അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു 50 ഡിഗ്രി എത്രയാണ്? 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി ഒ സി എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ ഒ ബി സി ഒന്ന് നോക്കൂ. ഈ ട്രയാങ്കിളും എന്താണ്? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇതിൻ്റെ രണ്ട് സൈഡ്സായ ഒ ബിയും ഒ സിയും എന്താണ്? ഈക്വൽ ആണ്. കാരണം ഒ ബിയും ഒ സിയും ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. സർക്കിളിൻ്റെ റേഡിയസുകൾ എന്താ? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ആണ് ഏത്? ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ ഒ ബി സി. പക്ഷെ നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താ? 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസിൻ്റെ സമ്മും എന്താണ്? 180 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ ഒ ബി സി, ഒന്ന് ആംഗിൾ ഒ സി ബി, പിന്നെ ഈ 100 ഡിഗ്രി അല്ലേ? അപ്പോൾ അവിടെ സമ്മ് എന്താ? 180 ഡിഗ്രിയാണ്. ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് 100 ഡിഗ്രി
ഇസ് ഈക്വൽ ടു എന്താ 180 ഡിഗ്രി. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി ഈസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും എന്താണ് ഈക്വൽ ആണെന്ന് കണ്ട്. അപ്പോൾ ആംഗിൾ ഒ സി ബിക്ക് പകരം നമുക്ക് ആംഗിൾ ഒ ബി സി തന്നെ കൊടുക്കാം അല്ലേ. അപ്പോൾ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് 100 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി എന്ന് വെച്ചാൽ 2 ആംഗിൾ ഒ ബി സി ആണ്. പിന്നെ ഈ പ്ലസ് 100 ഡിഗ്രി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 100 ഡിഗ്രി ആവും അല്ലേ. അപ്പോൾ 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി 80 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഒ ബി സി എന്താ, ആംഗിൾ ഒ ബി സി കാണണമെങ്കിൽ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി ബൈ 2. അത് ഇത്രയാണ് 40 ഡിഗ്രി. ആംഗിൾ ഒ ബി സി എന്താണ് 40 ഡിഗ്രി. പിന്നെ ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സി ഈക്വൽ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ ഒ സി ബിയും എന്താണ് 40 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട ആംഗിൾസൊക്കെ കണ്ടുപിടിച്ച്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ്, ആംഗിൾ എ എന്ന് പറയുന്ന 20 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി അല്ലേ, അത് 50 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ ബി എന്ന് പറയുന്ന 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രിയാണ്, അത് 60 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ സി എന്ന് പറയുന്ന എത്ര, 30 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി, അത് എത്രയാണ് 70 ഡിഗ്രിയാണ്. ഇനി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് എന്താ, ഒന്ന് ആംഗിൾ ബി ഒ സി, അത് നമുക്ക് 100 ഡിഗ്രി ആണെന്ന് കിട്ടി. പിന്നെ ആംഗിൾ ഒ ബി സി, അത് എത്ര 40 ഡിഗ്രി ആണെന്ന് കിട്ടി. പിന്നെ ആംഗിൾ ഒ സി ബി എന്താണ്, അതും എന്താണ് 40 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ നോക്കാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ ഒ ബി സി ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിൾ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ, കാരണം ഇതിൻ്റെ രണ്ട് സൈഡ്സായ ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. കാരണം ഒ ബിയും ഒ സിയും ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്, സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ആണ് ഒ ബി സിയും ഒ സി ബിയും അല്ലേ. കാരണം ബേസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സൈഡ്, അത് ബി സി ആണല്ലോ. അപ്പോൾ ബി സിയിലുള്ള ആംഗിൾസ് ആണ് ബേസ് ആംഗിൾസ്, അതാണ് ഒ ബി സിയും ഒ സി ബിയും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കെന്ത് പറയാം, ആംഗിൾ ഒ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി. ആംഗിൾ ഒ ബി സി 40 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഒ സി ബി എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ സെയിം ട്രയാങ്കിളിൽ തന്നെ സം ഓഫ് ആംഗിൾസ് എന്താ 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇതിലെ ആംഗിൾസ് ആയ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും പിന്നെ ആംഗിൾ ബി ഒ സിയും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം, ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി ഈസ് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും 40 ഡിഗ്രി ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 40 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി 80 ഡിഗ്രി ആണല്ലേ. സോ 80 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ ബി ഒ സി കാണാം, അതിന് വേണ്ടിയിട്ട് 80 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 80 ഡിഗ്രി കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 80 ഡിഗ്രി ആകും. സോ ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എത്ര, 100 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ആംഗിൾ ബി ഒ സി നമുക്ക് എത്ര കിട്ടി, 100 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ആംഗിൾ ബി ഒ സിയുടെ ഹാഫ് ആയിരിക്കുമല്ലോ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ്, ബി സി എന്ന ആർക്ക് സർക്കിളിലെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ബി ഒ സി. അപ്പോൾ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളായ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ
BAC is equal to half into angle BOC. കാരണം angle made by an arc at a point on circle is half of its central angle. That is angle BAC is equal to half into angle BOC എത്ര കിട്ടിയ 100 അല്ലേ, ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി, അത് എത്ര 100 ഡിഗ്രി ബൈ 2, അത് 50 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ആംഗിൾ BAC നമുക്ക് എന്ത് കിട്ടി, 50 ഡിഗ്രി കിട്ടി. ഇനി ആംഗിൾ C അല്ലെങ്കിൽ ആംഗിൾ ACB എന്താണ്? ആംഗിൾ ACB എന്ന് പറയുന്ന ഈ 40 ഡിഗ്രിയും 30 ഡിഗ്രിയും കൂട്ടിയതാണ് അല്ലേ, ഫിഗർ കണ്ടാൽ മനസ്സിലാവും. 40 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി അത് എത്രയാണ്, 70 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ABC-യിലെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ABC-യിലെ ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ ACB, പിന്നെ ആംഗിൾ ABC, പിന്നെ ആംഗിൾ BAC. അപ്പോൾ അവയുടെ സം എന്താ, 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം എന്ത് എഴുതാം, ആംഗിൾ ACB പ്ലസ് ആംഗിൾ ABC പ്ലസ് ആംഗിൾ BAC is equal to എന്താ, 180 ഡിഗ്രിയാണ്. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC is 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ACB എത്രയാണ് നമുക്ക് കിട്ടിയത്, 70 ഡിഗ്രിയാണ്. സോ 70 ഡിഗ്രി പ്ലസ് ആംഗിൾ ABC കണ്ടുപിടിക്കണം, പിന്നെ ആംഗിൾ BAC എത്രയാണ്, 50 ഡിഗ്രിയും കിട്ടി, ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 70 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി 120 ഡിഗ്രിയാണ് അല്ലേ. സോ ആംഗിൾ ABC പ്ലസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ ABC കാണാമല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ 120 ഡിഗ്രിയെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. 120 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ പ്ലസ് 120 ഡിഗ്രിയെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 120 ഡിഗ്രി ആവും. സോ ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. ഇത് എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ABC എത്ര കിട്ടി, 60 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും ആയല്ലോ, ട്രയാങ്കിൾ ABC-യിലെയും ട്രയാങ്കിൾ OBC-യിലെയും. ആദ്യം നമുക്ക് ട്രയാങ്കിൾ OBC-യിലെ ആംഗിൾസ് നോക്കാം. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC ഏതൊക്കെയാണ്, അന്ന് ആംഗിൾ BOC അത് 100 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ OBC അത് 40 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ OCB അത് എത്രയാണ്, 40 ഡിഗ്രിയാണ്. ഇനി അടുത്ത ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC നോക്കാം. ഏതൊക്കെയാണ്, ഒന്ന് ആംഗിൾ ട്രയാങ്കിൾ ABC-യിലെ ആംഗിൾസ്, ഒന്ന് ആംഗിൾ BAC അത് 50 ഡിഗ്രിയാണ്. പിന്നെ ഒന്ന് ആംഗിൾ ACB അത് 70 ഡിഗ്രിയാണ്. പിന്നെ ഒന്ന് ആംഗിൾ ABC അത് ഇത്രയാണ്, 60 ഡിഗ്രിയാണ് കിട്ടി. അപ്പോൾ എല്ലാ ആംഗിൾസ് കിട്ടിയല്ലോ, ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിളിലെയും. ഓക്കെ, ആദ്യം നമുക്ക് ആംഗിൾ BCA കാണാം. അതായത് ഈ ആംഗിൾ BC എന്ന് പറയുന്നത് ഈ ആംഗിൾ BOA-യുടെ അല്ലെങ്കിൽ ആംഗിൾ AOB-യുടെ ഹാഫ് ആയിരിക്കും അല്ലേ. ആംഗിൾ BCA ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ AOB. കാരണം എന്താണ്, AB എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിൻ്റായ സിയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, ആംഗിൾ BCA അല്ലേ. അപ്പോൾ ആ ആംഗിള് സെൻട്രൽ ആംഗിൾ AB എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണല്ലോ AOB. അപ്പോൾ AOB-യുടെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീസൺ എന്ത് എഴുതാം, ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇസ് സെൻട്രൽ ആംഗിൾ. ദാറ്റ് ഈസ് ആംഗിൾ BCA ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ AOB എത്രയാണ്, 40 ഡിഗ്രി. ദാറ്റ് ഈസ് 40 ഡിഗ്രി ബൈ 2, അതായത് 20 ഡിഗ്രി. അപ്പോൾ ആംഗിൾ BC എന്താ, 20 ഡിഗ്രി. അതേപോലെ ആംഗിൾ ABC എന്ന് പറയുന്നത് എന്താണ്, ഈ
ആംഗിൾ എ ഒ സിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ, കാരണം എ സി എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിൻ്റായ ബിയിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ബി സി. അപ്പോൾ അത് എ സിയുടെ സെൻട്രൽ ആംഗിളായ എ ഒ സിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പം എന്ത് എഴുതാം, ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആംഗിൾ എ ഒ സി. സെയിം റീസൺ തന്നെയാണ്, കാരണം എന്ത്, ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ് സെൻട്രൽ ആംഗിൾ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ആംഗിൾ എ ഒ സി എത്രയാണ്, 70 ഡിഗ്രി അല്ലേ. ഹാഫ് ഇൻറ്റു 70 ഡിഗ്രി, അതായത് 70 ഡിഗ്രി ബൈ 2, അത് എത്രയാണ്, 35 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ബി സി എന്താണ്, 35 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ രണ്ട് ആംഗിൾസ് കിട്ടി അല്ലേ, എന്ത്, ആംഗിൾ ബി സി എയും കിട്ടി, ആംഗിൾ എ ബി സിയും കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി, അത് ഏതാണ്, ആംഗിൾ ബി എ സി അല്ലെങ്കിൽ ആംഗിൾ എ അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി സിയിലെ എല്ലാ ആംഗിൾസിൻ്റെയും സംബന്ധം 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ബി സി എ പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം the sum of angles of triangle ABC is 180 degree. ഓക്കെ, ആംഗിൾ ബി സി എ എത്രയാണ്, 20 ഡിഗ്രി അല്ലേ. അപ്പോൾ 20 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ബി സി 35 ഡിഗ്രിയാണ്, പ്ലസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 20 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി 55 ഡിഗ്രിയാണ് അല്ലേ. സോ 55 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ ബി എ സി കാണാം, അതിന് വേണ്ടിയിട്ട് ഈ 55 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കില്ല. അപ്പോൾ പ്ലസ് 55 ഡിഗ്രിയെ കിട്ടുന്ന പ്രത്യേകം കൊണ്ടുപോകുമ്പോൾ മൈനസ് 55 ഡിഗ്രി ആവും. സോ ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി. ഡിഗ്രി മൈനസ് 55 ഡിഗ്രി എത്രയാണ്, 125 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ആംഗിൾ ബി എ സി എന്താണ്, 125 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ ആംഗിൾസും കണ്ട്, ഇനി ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ ഒ ബി സിയും ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലേ, കാരണം അതിൻ്റെ രണ്ട് സൈഡ്സായ ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. കാരണം ഒ ബിയും ഒ സിയും ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ് അല്ലേ, സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ബേസ് എന്ന് പറയുന്ന ഈക്വൽ അല്ലാത്ത സൈഡ് അത് ബി സി ആണ് അല്ലേ. അപ്പോൾ ബി സിയിലുള്ള ആംഗിൾസായ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും എന്താ, ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. കാരണം എന്താണ്, ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലെസ് ട്രയാങ്കിൾ ഒ ബി സി. നമുക്കറിയാം ആംഗിൾ ബി ഒ സി എന്ന് പറയുന്ന ഈ 40 ഡിഗ്രിയും 70 ഡിഗ്രിയും കൂടിയതാണ് അല്ലേ. 40 പ്ലസ് 70 ഡിഗ്രി അത് എത്രയാണ്, 110 ഡിഗ്രിയാണ്. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. സോ ട്രയാങ്കിൾ ഒ ബി സിയിലെയും സം ഓഫ് ആംഗിൾസ് എന്താ, 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. പക്ഷേ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും എന്താ, ഈക്വൽ ആണെന്ന് കണ്ട്, അപ്പോൾ ആംഗിൾ ഒ സി ബിക്ക് പകരം ആംഗിൾ ഒ ബി സി എന്ന് കൊടുക്കാം. സോ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി ഒ സി 110 ഡിഗ്രിയാണ് അല്ലേ, is equal to 180 ഡിഗ്രി. ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി 2 ആംഗിൾ ഒ ബി സി ആണ്. പിന്നെ ഈ 110 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 110 ഡിഗ്രി ആവും അല്ലേ. സോ 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി എത്ര, 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ ഒ ബി സി കാണാം, അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലോ. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ബൈ 2. അതെത്രയാണ്, 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ആംഗിൾ ഒ ബി സി തന്നെയാണ് ആംഗിൾ ഒ സി ബി. സോ ദിസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഓൾസോ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും എത്ര കിട്ടി, 35 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എല്ലാ ആംഗിൾസും ആയല്ലോ. അത് നമുക്ക് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി നോക്കാം. ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് ആംഗിൾ ബി ഒ സി അതെത്രയാണ്, 110 ഡിഗ്രി. പിന്നെ ഒന്ന് ആംഗിൾ ഒ സി ബി അതെത്ര, 35 ഡിഗ്രി. പിന്നെ ഒന്ന് ആംഗിൾ ഒ ബി സി
അത് എത്രയാണ്? 35 ഡിഗ്രി. ഓക്കെ, ഇനി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ ബി സി എ, അതെത്രയാണ്? 20 ഡിഗ്രി. പിന്നെ ഒന്ന് ആംഗിൾ എ ബി സി, അതെത്രയാണ്? 35 ഡിഗ്രി. പിന്നെ ഒന്ന് ആംഗിൾ ബി എ സി, അതെത്രയാണ്? 125 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾസ്. ഓക്കെ, in each of the problem below, a circle and a chord is to be drawn to split the circle into two parts. The parts must be as specified. All angles in one part must be 80 degree. അതായത് നമ്മൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ഒരു സർക്കിളും ഒരു കോഡും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 80 ഡിഗ്രി. ഒരു പാർട്ടിലെ ആംഗിൾസ് ഒക്കെ എന്താണ്? 80 ഡിഗ്രി ആകണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു സാമ്പിൾ വരയ്ക്കാം. ഓക്കെ, ഒരു സാമ്പിൾ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇതാണ് സെൻറ്റർ. അപ്പോൾ കോഡ് ഇതാണെങ്കിൽ ഇത് എ ബി എന്ന് നെയിം ചെയ്യട്ടോ. അപ്പോൾ ഇതിൽ ഈ എ ബി സർക്കിളിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് കാണണമെങ്കിൽ എയിൽ നിന്നും ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യണം, ബിയിൽ നിന്നും ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ എന്താ? 80 ഡിഗ്രിയാണ്. അപ്പം ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? ഈ എ ബി എന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, സെൻറ്റർ ഒ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതാണെങ്കിൽ എയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യണം, ബിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ എ ഒ ബി ആണ് അല്ലേ? സെൻട്രൽ ആംഗിൾ ഓഫ് എ ബി, അതായത് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്താ? 2 × 80 ഡിഗ്രിയാണ്. കാരണം പഠിച്ചിട്ടുണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇസ് സെൻട്രൽ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 × 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. അപ്പോൾ സെൻറ്ററിലുള്ള ആംഗിൾ എന്താ വേണ്ടത്? 160 ഡിഗ്രി. ഇങ്ങനെ ഒരു കോഡാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളിന് ഒരു റേഡിയസും വരയ്ക്കാം. സെൻറ്റർ ഒ എന്ന് നെയിം ചെയ്യാം. ഇനി ഈ സെൻറ്ററിൽ നിന്നും 160 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടി ഒരു പ്രൊട്ടാക്ടർ എടുത്തിട്ട് പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്ടാക്ടറിലെ 0 ഈ റേഡിയസിനും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 160 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120, 140, 160 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വെച്ച സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ 160 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിൻ്റെ രണ്ട് എൻഡ്സും സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ് എയും ബിയും. അപ്പോൾ എയും ബിയും കൂടി ജോയിൻ ചെയ്താൽ കോഡായി. അപ്പോൾ ഈ കോഡ് വലിയ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വലിയ പാർട്ടിൽ സർക്കിളിൻ്റെ വലിയ പാർട്ടിൽ ഒരു പോയിന്റിലേക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിളായ 160 ഡിഗ്രിയുടെ ഹാഫ്, അതായത് 80 ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 110 ഡിഗ്രി. അപ്പോൾ സാമ്പിളായിട്ടൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് സെൻറ്റർ ഒ. അപ്പോൾ കോഡ് എന്താണ്? എ ബി. അപ്പോൾ ഈ എ ബി സർക്കിളിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 110 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ? അപ്പം ഈ ചെറിയ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും 110 ഡിഗ്രി. കാരണം 110 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ വലിയ
ആംഗിളാണ് അല്ലേ. അപ്പോൾ ഈ ചെറിയ സെഗ്മെൻറ്റിലായിരിക്കും ഈ ആംഗിൾ ഉണ്ടാവുക. അപ്പോൾ ഈ ചെറിയ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എയിൽ നിന്നും ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം, ബിയിൽ നിന്നും ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഇത് 110 ഡിഗ്രി. ഓക്കെ, അപ്പോൾ വലിയ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 110 ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എയിൽ നിന്നും ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം, ബിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് എന്താണ്? 180 ഡിഗ്രിയാണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. ഒരു കോഡ് രണ്ട് സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, വലിയൊരു സെഗ്മെൻറ്റ്, ചെറിയ സെഗ്മെൻറ്റ്. വലിയ സെഗ്മെൻറ്റിലെ ആംഗിളിൻ്റെയും ചെറിയ സെഗ്മെൻറ്റിലെ ആംഗിളിൻ്റെയും സം എന്താണ്? 180 ഡിഗ്രിയാണ്. നമുക്ക് ഈ പോയിന്റ് ഡി ആണെന്ന് എടുക്കുകയാണെങ്കിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ഡി പ്ലസ് ഈ 110 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 180 ഡിഗ്രിയാണ്. ഓക്കെ, സോ ആംഗിൾ ഡി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 110 ഡിഗ്രിയെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ 110 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കണം. അപ്പോൾ പ്ലസ് 110 ഡിഗ്രിയെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 110 ഡിഗ്രി ആവും. സോ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. -180 മൈനസ് 110 ഡിഗ്രി എന്താ? 70 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി 70 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് എയിൽ നിന്നും സെൻട്രലിലേക്ക് ജോയിൻ ചെയ്യുക, ബിയിൽ നിന്നും സെൻട്രലിലേക്ക് ചെയ്യുക. ഓക്കെ, ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ 70 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 2 × 70 ഡിഗ്രി. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു കോഡ് സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ അല്ലേ. ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇസ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, അതുകൊണ്ടാണ് സെൻട്രൽ ആംഗിൾ ഡബിൾ ആയത്. ഓക്കെ, ദാറ്റ് ഈസ് 2 × 70 ഡിഗ്രി എന്ന് വെച്ചാൽ 140 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഒ ബി എന്താണ്? 140 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെൻട്രൽ ആംഗിൾ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന കോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ ഒ എന്ന് മാർക്ക് ചെയ്യാം. ഇനി സെൻറ്ററിൽ നിന്നും ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി ഈ റേഡിയസിൽ സെൻട്രൽ ആംഗിൾ എത്ര വേണ്ടത്? 140 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ. സോ നമുക്കൊരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിൽ പ്രൊട്രാക്ടറിലെ 0 ഈ റേഡിയസിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 140 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120, 140 ഡിഗ്രി വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 140 ഡിഗ്രി ആംഗിളിലുള്ള ലൈനായി. അപ്പോൾ ഈ 140 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻസ് നമ്മുടെ സർക്കിളിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് എയും ബിയും. അപ്പോൾ എയും ബിയും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ എ ബി എന്ന കോഡ് വലിയ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 70 ഡിഗ്രി. അപ്പോൾ വലിയ സെഗ്മെൻറ്റിലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. സർക്കിളിൻ്റെ വലിയ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് എയിൽ നിന്നും ബിയിലേക്ക് നിന്നും ജോയിൻ ചെയ്താൽ ഫോം ചെയ്യുന്ന ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. പിന്നെ ചെറിയ സെഗ്മെൻറ്റിലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിലേക്ക് എയിൽ നിന്നും ബിയിലേക്കും ജോയിൻ ചെയ്താൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദി ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. അതായത് ഒരു പാർട്ടിലെ ആംഗിൾസ് ഒക്കെ മറ്റേ പാർട്ടിലെ ആംഗിൾസിൻ്റെ ഹാഫ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു സാമ്പിൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് സെൻറ്റർ ഒ. അപ്പോൾ എ ബി എന്ന കോഡ് ഇങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിലുണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്, വലിയ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ചെറിയ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ. അപ്പോൾ ഒരു പാർട്ടിലെ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കണം മറ്റേ പാർട്ടിലെ ആംഗിൾ. അപ്പോൾ വലിയ പാർട്ടിലെ ആംഗിൾ നമുക്ക് 2x ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ പാർട്ടിലെ ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് 2xൻ്റെ ഹാഫ് എന്തായിരിക്കും? x ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ടും ഹാഫ് ആയല്ലോ. 2xൻ്റെ ഹാഫാണല്ലോ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 2x + x എന്താണ്? 180 ഡിഗ്രിയാണ്. 2x + x = 180 ഡിഗ്രി. കാരണം നമ്മൾ പഠിച്ചിട്ട് സം ഓഫ് ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് പാർട്സ് എന്താണ്? 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 2x + x 3x അല്ലേ. സോ 3x = 180 ഡിഗ്രി.
അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് ഈ 3a = അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 3a ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലോ, അപ്പോൾ ഇൻറ്റു 3a = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ x = 180/3. അത് എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ? 180/3 60. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ കാണാമല്ലോ. സെൻട്രൽ ആംഗിൾ കാണാൻ വേണ്ടി എയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം, ബിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ AOB എന്ന് പറയുന്നത് എന്താണ്? ഈ 60 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ? ആംഗിൾ AOB = 2 × 60 ഡിഗ്രിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ? ആംഗിൾ മെയ്ഡ് ബൈ an arc at a point on circle is half of its central angle. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? 2 × 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആയിട്ടുള്ള വരച്ചിട്ട് അതിൻ്റെ ആൻസർ ജോയിൻ ചെയ്താൽ നമുക്ക് AB എന്ന കോഡ് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഓയിൽ നിന്നും ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ് വേണ്ടത്. സോ നമുക്ക് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്രാക്ടറിലെ 0 ഈ റേഡിയസിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100. 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 120 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. അപ്പോൾ ഈ 120 ഡിഗ്രി ആംഗിളിലെ രണ്ട് ലൈൻസും നമ്മുടെ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ് എയും ബിയും. അപ്പോൾ എയും ബിയും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ AB ആണ് കോഡ്. അപ്പോൾ ഈ കോഡ് വലിയ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വലിയ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് എയിൽ നിന്നും ബിയിലേക്ക് ജോയിൻ ചെയ്താൽ ആ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ ചെറിയ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിലേക്ക് എയിൽ നിന്നും ബിയിലേക്കും ജോയിൻ ചെയ്താൽ അതിലെ ആംഗിൾ എന്തായിരിക്കും? ഈ 60 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും, അതായത് 120 ഡിഗ്രി ആയിരിക്കും. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ദി ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. അതായത് ഒരു പാർട്ടിലെ ആംഗിൾസ് മറ്റേ പാർട്ടിലെ ആംഗിൾസിൻ്റെ 1.5 ടൈംസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സാമ്പിൾ സർക്കിൾ വരയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ O ആണെങ്കിൽ ഇതാണ് AB എന്ന കോഡ് എങ്കിൽ ഒരു പാർട്ടിലുണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്, ഒരു പാർട്ടിലുണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിലെ ആംഗിളിൻ്റെ 1.5 ടൈം ആവണം മറ്റേ പാർട്ട് അല്ലേ? അപ്പോൾ ഒരു പാർട്ടിലെ ആംഗിൾ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ചെറുത്. അപ്പോൾ അതിൻ്റെ വലുതായിരിക്കും. 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയ ഇതായിരിക്കും, 1നേക്കാൾ കൂടുതലുണ്ട് 1.5 അല്ലേ? അപ്പം അത് നമുക്ക് എന്ത് 1.5 × എക്സ്, 1.5 എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ ഈ എക്സും ഈ 1.5 എക്സും കൂടി ആഡ് ചെയ്താൽ എന്താ 180 ഡിഗ്രി കിട്ടണം അല്ലേ? എക്സ് പ്ലസ് 1.5 എക്സ് = 180 ഡിഗ്രിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് പാർട്സ് എന്താണ് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം 1x പ്ലസ് 1.5 എക്സ്, 1.5 എക്സിൻ്റെ കൂടെ 1 എക്സ് കൂട്ടിയാൽ ബാക്കി എത്രയാണ്? 2.5 എക്സ് ആണ് അല്ലേ? 2.5 എക്സ് ആണ്. 2.5 എക്സ് = എന്താണ്? 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണം അല്ലേ? എക്സിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ഈ 2.5ന് ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലോ. അപ്പോൾ ഇൻറ്റു 2.5നെ അപ്പുറത്തെ കൊണ്ടുപോകുമ്പോൾ ബൈ 2.5 ആകും. സോ x = 180 ഡിഗ്രി ബൈ 2.5. ഓക്കെ, ദാറ്റ് ഈസ് 180 ഡിഗ്രി ബൈ 2.5 × 10 അല്ലേ? കാരണം പോയിന്റ് കഴിഞ്ഞ് ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ 10 ഉള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ ന്യൂമറേറ്ററിലും ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു × 10 ചെയ്യണം. കാരണം ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തു അതേപോലെ ഡിനോമിനേറ്ററിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 180 ഡിഗ്രി × 10 എന്ന് വെച്ചാൽ 1800 ആണ്, അത്രയും ഡിഗ്രി ബൈ 2.5 × 10 എന്ന് വെച്ചാൽ 25. എത്രയാണ് നമുക്കറിയാം. ആ 1800 ഡിഗ്രി ബൈ 25 എന്ന് വെച്ചാൽ 1800നെ നമുക്ക് 18 × 100 എന്ന് എഴുതാം ബൈ 25 അല്ലേ? അപ്പോൾ 100 ബൈ 25 4 ആണല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയുക,
ദിസ് ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 100/25 4 ആണ്. 18 ഇൻറ്റു 4 അത് എത്രയാണ്? 72 ആണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് 1800 ഡിഗ്രി ബൈ 25 എന്ന് വെച്ചാൽ എന്താ 72 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 72 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്താ? ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 72ൻ്റെ ഡബിൾ അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 72 ഡിഗ്രിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഈ സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. അപ്പം ദാറ്റ് ഈസ് 2 ഇൻറ്റു 72 ഡിഗ്രി എന്ന് വെച്ചാൽ 72 ഇൻറ്റു 2 ദാറ്റ് ഈസ് 144 ആണ് അല്ലേ. അപ്പോൾ 144 ഡിഗ്രിയാണ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ 144 ഡിഗ്രിയിലുള്ള ആംഗിൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ആൻസർ ജോയിൻ ചെയ്താൽ എ ബി എന്ന കോഡ് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഒ എന്ന് നെയിം ചെയ്യാം. ഇനി ഒയിൽ നിന്നും ഒരു റേഡിയസ് വരയ്ക്കാം. സെൻറ്ററിലുള്ള ആംഗിൾ 144 ഡിഗ്രിയാണ് വേണ്ടത്. സോ നമുക്ക് ഒരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലും പ്രൊട്രാക്ടറിലെ 0 ഈ റേഡിയസിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ഈ 0യിൽ നിന്നും 144 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120, 140, 144 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ 144 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. അപ്പോൾ ഈ ആംഗിളിൻ്റെ ലൈൻസ് നമ്മുടെ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന 2 പോയിൻറ്റ്സാണ് എന്ത്? എയും ബിയും. അപ്പോൾ എയും ബി കൂടി ജോയിൻ ചെയ്താൽ നമ്മുടെ കോഡായി. അപ്പോൾ ഈ കോഡ് സർക്കിളിനെ 2 സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വലിയ സെഗ്മെൻറ്റ്, ചെറിയ സെഗ്മെൻറ്റ്. അപ്പോൾ വലിയ സെഗ്മെൻറ്റിലെ ആംഗിൾ എത്രയായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ വലിയ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ 72 ഡിഗ്രി ആയിരിക്കും. ഇനി ചെറിയ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിലേക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 72 ഡിഗ്രിയുടെ 1.5 ടൈംസ് ആയിരിക്കും അല്ലേ. അതായത് 72 ഡിഗ്രി ഇൻറ്റു 1.5 അത് എത്രയാണ്? 108 ഡിഗ്രി ആയിരിക്കും.